നമസ്കാരം, പി എസ് ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് LD എക്സാമിന് എത്തിക്കഴിഞ്ഞു. അതിനു വേണ്ടിയിട്ട് നമ്മുടെ പുതുക്കിയ LD സിലബസ് പ്രകാരമുള്ള സ്പെഷ്യൽ ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ് ദേവസ്വം ബോർഡ് LD എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്. സുഹൃത്തുക്കളെ, ഇന്ന് ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ട്രഡീഷണൽ ഡാൻസ് ഫോംസ് ആണ്, അല്ലെങ്കിൽ കേരളത്തിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കലാരൂപങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ദേവസ്വം ബോർഡ് എക്സാമിന് മാത്രമല്ല ഏതൊരു PSC എക്സാമിനും ചോദിക്കുന്ന മേഖലയാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. കേരള ട്രഡീഷണൽ ഡാൻസ് ഫോംസ്. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് കഥകളിയെ പറ്റിയിട്ടാണ്. കഥകളിയെ പറ്റി പറയുമ്പോൾ സുഹൃത്തുക്കൾക്ക് അറിയാലോ, നമ്മുടെ ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുള്ള ഒരു കലാരൂപമാണ് അല്ലേ കഥകളി. കേരളത്തിൽ നിന്ന് രണ്ട് കലാരൂപങ്ങൾക്ക് മാത്രമേ ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുള്ളൂ. അതിലൊന്ന് കഥകളിയും മറ്റൊന്ന് മോഹിനിയാട്ടവുമാണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. അപ്പൊ നമുക്ക് പഠിക്കാം കഥകളിയെ പറ്റി. കഥകളി ലോകമാകെ കേരളത്തെ പ്രശസ്തമാക്കിയ കലാരൂപം എന്നറിയപ്പെടുന്നത് കഥകളിയാണ്. ലോകമാകെ കേരളത്തെ പ്രശസ്തമാക്കിയ കലാരൂപം എന്ന് ചോദിച്ചാൽ അത് കഥകളിയാണ്. കഥകളിക്ക് ഏകദേശം 300 വർഷത്തെ പഴക്കമുള്ളതായി കരുതപ്പെടുന്നു. കഥകളിക്ക് ഏകദേശം 300 വർഷത്തെ പഴക്കമുള്ളതായിട്ട് കരുതപ്പെടുന്നു. വീണ്ടും പറയുന്നു, കഥകളിക്ക് ഏകദേശം 300 വർഷത്തെ പഴക്കമുള്ളതായി കരുതപ്പെടുന്നു. പുരാണങ്ങളിൽ നിന്നും ഐതിഹ്യങ്ങളിൽ നിന്നുമുള്ള കഥകളാണ് കഥകളിക്ക് പ്രമേയമാകുന്നത്. പുരാണങ്ങളിൽ നിന്നും ഐതിഹ്യങ്ങളിൽ നിന്നുള്ള കഥകളാണ് കഥകളിക്ക് പ്രമേയമാകുന്നത്. 5 തരം വേഷങ്ങളാണ് സാധാരണ കഥകളിയിൽ എത്തുക. 5 തരത്തിലുള്ള വേഷങ്ങളാണ് സാധാരണ കഥകളിയിൽ എത്തുക. ഇവയിൽ ഓരോന്നും കഥാപാത്രങ്ങളുടെ ലിംഗം, സ്വഭാവം, പ്രകൃതി, സവിശേഷതകൾ എടുത്തു കാട്ടുന്നവയാണ്. പഠിച്ചോളണേ. അപ്പോൾ 5 തരത്തിലുള്ള വേഷങ്ങളാണ് സാധാരണ കഥകളിയിൽ എത്തുന്നത്. അതിനെപ്പറ്റി നമുക്ക് പഠിക്കാം. ഇവ ഓരോന്നും കഥാപാത്രങ്ങളുടെ ലിംഗവും സ്വഭാവവും പ്രകൃതിയും സവിശേഷതകൾ എന്നിവ അനുസരിച്ച് എന്ത് ചെയ്യും, വ്യത്യസ്തപ്പെട്ടിരിക്കും. പഠിക്കുക. അപ്പോൾ ഒന്നുകൂടി പറയാം. കഥകളിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല് ലോകമാകെ കേരളത്തിനെ പ്രശസ്തമാക്കിയ കലാരൂപമേ എന്ന് ചോദിച്ചാൽ അത് കഥകളിയാണ്. കഥകളിക്ക് ഏകദേശം 300 വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ. പുരാണങ്ങളിൽ നിന്നും ഐതിഹ്യങ്ങളിൽ നിന്നുമുള്ള കഥകളാണ് കഥകളിക്ക് പ്രമേയമാകുന്നത്. 5 തരം വേഷങ്ങളാണ് സാധാരണ കഥകളി വേദികളിലെ എത്തുക. ഇവയിൽ ഓരോന്നും കഥാപാത്രങ്ങളുടെ ലിംഗത്തിന്, അതായത് സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളതും അതുപോലെ കഥകളിയുടെ സ്വഭാവത്തിനനുസരിച്ചും അവരുടെ പ്രകൃതത്തിനനുസരിച്ചുമുള്ള സവിശേഷതകൾ എടുത്തു കാട്ടുന്നവയായിരിക്കും പഠിക്കുക. പ്രധാനമായും കഥകളിക്കുള്ള വേഷങ്ങൾ നമുക്കൊന്ന് നോക്കാം സുഹൃത്തുക്കളെ. പച്ച, കത്തി, താടി, കരി, മിനുക്കു എന്നിവയാണ്. ഇത്രയും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പഠിക്കുക. പച്ച, കത്തി, താടി, കരി, മിനുക്ക് എന്നിവയാണ് പ്രധാനപ്പെട്ട നമ്മുടെ കഥകളി വേഷങ്ങൾ. ഒന്നുകൂടി പറയാം. പ്രധാനപ്പെട്ട കഥകളി വേഷങ്ങൾ ഏതൊക്കെയാണ്? പച്ച, കത്തി, താടി, കരി, മിനുക്കു എന്നിവയാണ്. ആടയാഭരണങ്ങളുടെ വൈചിത്ര്യവും നിറക്കൂട്ടുമാണ് കഥകളിയുടെ ദൃശ്യഗാംഭീര്യം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളിലൊന്ന്. ആടയാഭരണങ്ങളുടെ വൈചിത്ര്യവും നിറക്കൂട്ടുമാണ് കഥകളിയുടെ ദൃശ്യഗാംഭീര്യം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളിലൊന്ന്. കേശഭാരം, അതായത് മുടിയോടുകൂടിയ വലിയ കിരീടങ്ങൾ, തിളങ്ങുന്ന പട്ടിൽ തീർത്ത മേൽക്കുപ്പായം, നിറപ്പകിട്ടാർന്ന അരപ്പാവാടകൾ എന്നിവ എന്തിനുപയോഗിക്കാറുണ്ട്? നമ്മുടെ കഥകളിയിലെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ എന്തൊക്കെയായിരുന്നു ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളെ? ആടയാഭരണങ്ങളുടെ വൈചിത്ര്യവും അതുപോലെ നിറക്കൂട്ടുമാണ് കഥകളിയുടെ ദൃശ്യഗാംഭീര്യം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളിലൊന്ന്. അതുപോലെ തന്നെ കേശഭാരത്തോടു കൂടിയ വലിയ കിരീടങ്ങൾ, അല്ലെങ്കിൽ മുടിയോടുകൂടിയ വലിയ കിരീടങ്ങളും തിളങ്ങുന്ന പട്ടിൽ തീർത്ത മേൽക്കുപ്പായം, അതായത് ഡ്രസ്സും അതിനോടൊപ്പം തന്നെ നിറപ്പകിട്ടാർന്ന അരപ്പാവാടകൾ എന്നിവയാണ് നമ്മുടെ കഥകളിക്ക് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. പഠിക്കുക. ഒന്നുകൂടി പറയാം. പച്ച, കത്തി, താടി, കരി, മിനുക്ക് എന്നിവയാണ് നമ്മുടെ കഥകളിയിലെ പ്രധാന വേഷങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട എത്ര വേഷമുണ്ട് സുഹൃത്തുക്കളെ? 5 വേഷമുണ്ട്. പഠിച്ചോളണേ. 5 വേഷമാണ് കഥകളിക്കുള്ളത്. പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. കഥകളിക്ക് എത്ര വേഷങ്ങളാണുള്ളത്? 5 വേഷങ്ങളാണുള്ളത്. അവരേതൊക്കെയാണ്? പച്ച, കത്തി, താടി, കരി, മിനുക്ക് എന്നിവയാണ്. അതിനോടൊപ്പം തന്നെ ആടയാഭരണങ്ങളുടെ വൈചിത്ര്യവും നിറക്കൂട്ടുമാണ് കഥകളിയുടെ ദൃശ്യഗാംഭീര്യം, അതായത് നമ്മൾ കാണുമ്പോൾ ആ ഭംഗി എന്താണ് വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളിലൊന്ന്. അതിനോടൊപ്പം തന്നെ കേശഭാരത്തോടു കൂടിയ അല്ലെങ്കിൽ മുടിയോടുകൂടിയ കിരീടങ്ങളും തിളങ്ങുന്ന പട്ടിൽ തീർത്ത മേൽക്കുപ്പായവും നിറപ്പകിട്ടാർന്ന അരപ്പാവാടകളും എവിടെ ഉപയോഗിക്കുന്നു? നമ്മുടെ കഥകളിയിൽ ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് കഥകളിയിലെ പ്രധാനപ്പെട്ട 5 വേഷങ്ങളെ കുറിച്ച് പഠിക്കാം. അപ്പൊ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. കഥകളിയിലെ പ്രധാനപ്പെട്ട 5 വേഷങ്ങളും ഈ 5 വേഷങ്ങളെ പറ്റിയും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് പഠിച്ചേ പറ്റൂ. കഥകളിയിലെ പ്രധാനപ്പെട്ട 5 വേഷങ്ങളെ പറ്റി നമുക്ക് നോക്കാം. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് പച്ചയാണ്. പ്രഭുക്കളെയും സ്വാത്വിക സ്വഭാവം, അതായത് നല്ല സ്വഭാവമുള്ള വ്യക്തിത്വങ്ങളെയും ചിത്രീകരിക്കാനാണ്
പച്ച വേഷം കഥാപാത്രമായിട്ട് അണിയുക. അപ്പോ പച്ച എന്ന് പറയുന്ന വേഷം എന്തിനാ ഉപയോഗിക്കുന്നത് കഥകളിയില്? ഒന്ന് പ്രഭുക്കന്മാരെ കാണിക്കാൻ, അതുപോലെ സ്വാത്വിക സ്വഭാവം, അതായത് നല്ല സ്വഭാവക്കാരായിട്ടുള്ള വ്യക്തികളെയും ചിത്രീകരിക്കാനാണ് പച്ച വേഷമായിട്ടുള്ള കഥാപാത്രങ്ങൾ അണിയുക. കത്തി, ഗാംഭീര്യമുള്ള വില്ലൻ കഥാപാത്രങ്ങൾക്കാണ് കത്തി വേഷം. കത്തി ആരാ കൊണ്ട് നടക്കുന്നത്? വില്ലനാണ്. അതുകൊണ്ട് ഗാംഭീര്യമുള്ള വില്ലൻ കഥാപാത്രങ്ങൾക്കാണ് കത്തി വേഷം ഉപയോഗിക്കുന്നത്. കരിവേഷം സാധാരണ കാട്ടാള സ്ത്രീകൾക്കാണ് ഉപയോഗിക്കുന്നത്. കരിവേഷം സാധാരണ കാട്ടാള സ്ത്രീകളെ കാണിക്കുവാനാണ് ഉപയോഗിക്കുന്നത്. ചില കഥകളിൽ ഇത്തരം വേഷം പുരുഷ കഥാപാത്രങ്ങൾക്കും നിശ്ചിതപ്പെടുത്തിയിട്ടുണ്ട്. പഠിച്ചോളനെ, കരി എന്ന് പറയുന്നത് പൊതുവെ എന്തിനാ ഉപയോഗിക്കുന്നത്? കാട്ടാള സ്ത്രീകളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലും ചില കഥകളില് പുരുഷ കഥാപാത്രങ്ങൾക്കും എന്തുപയോഗിക്കാറുണ്ട്? കരി ഉപയോഗിക്കാറുണ്ട്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ള കഥകളി വേഷമാണ് മിനുക്ക്. സുന്ദരികളായ സ്ത്രീകൾക്കും ബ്രാഹ്മണർക്കും സന്യാസിക്കുമാണ് മിനുക്ക് എന്ന വേഷം ഉപയോഗിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ PSC ഉദ്യോഗാർത്ഥികളെ തെറ്റിക്കുന്ന ഒരു പോയിന്റ് പറഞ്ഞുതരാം സുഹൃത്തുക്കളെ. നമ്മൾ താടി കാണുമ്പോൾ പെട്ടെന്ന് ചെന്ന് സന്യാസികളിൽ ചെന്ന് വീണു കൊടുക്കും. ഒത്തിരി സുഹൃത്തുക്കൾക്ക് നെഗറ്റീവ് അടിച്ചിട്ടുള്ള ഒരു പോയിന്റ് ആണ് പറഞ്ഞത്. ഒരിക്കലും സന്യാസികൾക്ക് എന്തുപയോഗിക്കാറില്ല? താടി എന്ന് പറയുന്ന വേഷം ഉപയോഗിക്കാറില്ല. താടി എന്ന് പറയുന്ന വേഷം എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഇപ്പോ മിനുക്കിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. സുന്ദരികളായ സ്ത്രീകൾക്കും ബ്രാഹ്മണർക്കും സന്യാസികൾക്കും മിനുക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ സന്യാസികൾക്ക് ആരാണ്? മിനുക്കാണ് ഉപയോഗിക്കുന്നത്. സന്യാസികൾക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സന്യാസികളെ പ്രതിദാനം ചെയ്യുന്ന നമ്മുടെ കഥകളിയിലെ വേഷമേന്ന് ചോദിച്ചാൽ അത് മിനുക്കാണ്, അല്ലാതെ താടിയല്ല. ശ്രദ്ധിക്കുക, ഒത്തിരി സുഹൃത്തുക്കൾ തെറ്റിക്കുന്ന പോയിന്റ് ആയതുകൊണ്ടാണ് പറഞ്ഞത്. ഒന്നുകൂടി പറയാം. ആദ്യമായി പറഞ്ഞ കഥകളി വേഷം ഏതാണ്? പച്ചയാണ്. പ്രഭുക്കളെയും സ്വാത്വിക നല്ല സ്വഭാവമുള്ള വ്യക്തിത്വങ്ങളെയും ചിത്രീകരിക്കാനാണ് പച്ചവേഷം കഥകളി കഥാപാത്രങ്ങളിൽ ഉപയോഗിക്കുന്നത്. കത്തി എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ ഗാംഭീര്യമുള്ള വില്ലൻ കഥാപാത്രങ്ങൾക്കാണ് കത്തിവേഷം. വില്ലന്റെ കയ്യിൽ എപ്പോഴും കത്തി കാണുമെന്നങ്ങ് പഠിക്കുക. കരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കരിവേഷം എന്തിനെന്ന് ചോദിച്ചാൽ സാധാരണ കാട്ടാള സ്ത്രീകളെ കാണിക്കാനാണ് കരിവേഷം ഉപയോഗിക്കുന്നത്. എന്നാൽ ചില കഥകളിൽ നമ്മൾ പുരുഷവേഷം അല്ലെങ്കിൽ പുരുഷ കഥാപാത്രങ്ങളെ നിശ്ചയിക്കുന്നതിന് അല്ലെങ്കിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാറുണ്ട്? കരിവേഷം ഉപയോഗിക്കാറുണ്ട്. മിനുക്കെന്ന് പറഞ്ഞാൽ എന്തിനാ ഉപയോഗിക്കുന്നത്? സുന്ദരികളായ സ്ത്രീകൾക്കും ബ്രാഹ്മണർക്കും സന്യാസികൾക്കുമാണ് മിനുക്ക് വേഷം ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അവരെ കാണിക്കാനാണ് കഥകളിയിൽ മിനുക്ക് വേഷം ഉപയോഗിക്കുന്നത്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് കഥകളി സംഗീതം. എന്താണ് കഥകളി സംഗീതം? രംഗത്ത് അവതരിപ്പിക്കുന്ന അടിസ്ഥാനമായ തിരകഥയ്ക്ക് അല്ലെങ്കിൽ ആട്ടക്കഥ എന്ന് അറിയപ്പെടുന്നു. രംഗത്ത് അവതരിപ്പിക്കുന്ന നമ്മുടെ കഥകളിക്ക് ആവശ്യമായിട്ടുള്ള തിരക്കഥ അറിയപ്പെടുന്ന പേരാണ് ആട്ടക്കഥ എന്ന്. എന്താണ് ആട്ടക്കഥ എന്ന്? പല അംഗങ്ങളും ഉള്ളതായിരിക്കും ആട്ടക്കഥ. പഠിക്കുക. പല അംഗങ്ങളും ഉള്ളതായിരിക്കും ആട്ടക്കഥ എന്ന് പറയുന്നത്. അപ്പോ രംഗത്ത് അവതരിപ്പിക്കുന്ന കഥകളിയുടെ അടിസ്ഥാനമായ തിരക്കഥ അറിയപ്പെടുന്ന പേരാണ് ആട്ടക്കഥ. പല അംഗങ്ങൾ ഉള്ളതായിരിക്കും ആട്ടക്കഥ എന്ന് പറയുന്നത്. ഓരോന്നും ഗാനരൂപത്തിലായിരിക്കും എഴുതപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കഥകളിയുടെ തിരക്കഥ അല്ലെങ്കിൽ ആട്ടക്കഥ എന്ന് പറയുന്നത് ഗാനരൂപത്തിലായിരിക്കും എഴുതിയിട്ടുള്ളത്. രംഗഭാഷ്യത്തിനോടൊപ്പം താളവും രാഗവും ആലാപന രീതിയും ഓരോ അംഗത്തിലും ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. അതായത് പല അംഗങ്ങളായിട്ടായിരിക്കും ആട്ടക്കഥ എഴുതി വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ ഓരോ അംഗത്തിനും രംഗഭാഷ്യത്തിനൊപ്പം താളവും രാഗവും ആലാപന രീതിയും എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം ഓരോ അംഗത്തിലും ഓരോ രീതിയിലുള്ള രംഗഭാഷ്യത്തിനോടൊപ്പം താളവും രാഗവും ആലാപന രീതിയും വ്യത്യസ്തമായിട്ട് നമ്മളെ ചിട്ടപ്പെടുത്തിയിരിക്കും. പാട്ടുകാർ 2 പേരുണ്ടാകും. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കഥകളി സംഗീതം പാടാൻ എത്ര പേരാണ് വേണ്ടത്? 2 പേർ വേണം. പ്രധാനി ചേങ്ങിലയിൽ താളമടിച്ചാണ് പാടുക. അതായത് 2 പാട്ടുകാരുണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ പ്രധാന പാട്ടുകാരൻ എന്ത് ചെയ്യും? ചേങ്ങിലയിൽ താളമടിച്ചായിരിക്കും പാടുന്നത്. സഹായി ഇലത്താളവും ഉപയോഗിക്കുന്നു. അപ്പൊ പ്രധാനി എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ പ്രധാന പാട്ടുകാരൻ എന്ത് ചെയ്യുന്നു? ചേങ്ങിലയിൽ താളമടിച്ച് പാടുന്ന സമയത്ത് കൂടെയുള്ള സഹായി എന്ത് ചെയ്യുന്നു? ഇലത്താളത്തിൽ എന്താണ്? താളമടിച്ച് പാട്ട് പാടുന്നു. ഒപ്പം ചെണ്ട, മദ്ദളം, ചില അവസരങ്ങളിൽ ചെണ്ടയ്ക്ക് പകരം ഇടക്കയും എന്തിനുപയോഗിക്കുന്നുണ്ട്? മേളം ഒരുക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ കഥകളി സംഗീതത്തിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന സംഗീത ഉപകരണങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ മറക്കല്ലേ. ചേങ്ങിലയുണ്ട്, ഇലത്താളമുണ്ട്, ചെണ്ടയുണ്ട്, മദ്ദളമുണ്ട്. ഇനി ചെണ്ട ഇല്ലാത്ത അവസരത്തിൽ എന്ത് ഉപയോഗിക്കാറുണ്ട്? ഇടയ്ക്കയും ഉപയോഗിക്കാറുണ്ട്. എന്തിനാണ്? മേളം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. പഠിക്കുക. ഒന്നുകൂടി പറയാം. കഥകളി സംഗീതത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്.
രംഗത്ത് അവതരിപ്പിക്കുന്ന അടിസ്ഥാനമായിട്ടുള്ള കഥകളിയുടെ അടിസ്ഥാനമായ തിരക്കഥ അറിയപ്പെടുന്ന പേരാണ് ആട്ടക്കഥ. പല അംഗങ്ങളായിട്ടുള്ളതായിരിക്കും ആട്ടക്കഥ എന്ന് പറയുന്നത്. ഓരോന്നും ഗാനരൂപത്തിലായിരിക്കും എഴുതുന്നത്, അല്ലെങ്കിൽ ആട്ടക്കഥകൾ പൊതുവെ ഗാനരൂപത്തിലായിരിക്കും എഴുതപ്പെട്ടിരിക്കുന്നത്. രംഗഭാഷ്യത്തിനോടൊപ്പം താളവും രാഗവും ആലാപന രീതിയും ഓരോ അംഗത്തിലും ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. പാട്ടുകാർ 2 പേരുണ്ടാകും. കഥകളി സംഗീതം പാടുന്ന പാട്ടുകാരുടെ എണ്ണം എത്രയാണ്? 2 ഒന്നാമത്തെ അല്ലെങ്കിൽ പ്രധാന പാട്ടുകാരൻ ചേങ്ങിലയിൽ താളമടിച്ചു പാടുന്ന സമയത്ത് സഹായി എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ രണ്ടാമത്തെ പാട്ടുകാരൻ എന്ത് ചെയ്യുന്നു, അയാള് ഇലത്താളത്തിൽ താളമടിച്ചായിരിക്കും പാട്ട് പാടുന്നത്. ഒപ്പം ചെണ്ട, മദ്ദളം, ചില അവസരങ്ങളിൽ ചെണ്ടയ്ക്ക് പകരം ഇടയ്ക്കയും മേളമൊരുക്കാനായിട്ട് ഉപയോഗിക്കുന്നു. പഠിക്കുക. കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മുൻകാല ചോദ്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ച് LDയും LGSും ഉള്ള സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. ഇമ്പോർട്ടന്റ് ആണ് കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മുൻകാല ചോദ്യങ്ങൾ. കേരളത്തിന്റെ തനത് കലാരൂപം എന്നറിയപ്പെടുന്നത് കഥകളിയാണ്. കഥകളിയുടെ ആദ്യകാല രൂപം അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു രാമനാട്ടം. പഠിച്ചോളനെ, കഥകളിയുടെ ആദ്യകാല രൂപം അറിയപ്പെട്ടിരുന്ന പേരാണ് രാമനാട്ടം എന്ന്. കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കഥകളിയുടെ സാഹിത്യ രൂപം അറിയപ്പെടുന്ന പേരാണ് ആട്ടക്കഥ. കൃഷ്ണനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ സംസ്കൃതമാണ്. ചോദിച്ചിട്ടുണ്ട്. കൃഷ്ണനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ്? സംസ്കൃതമാണ്. രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ മലയാളം. അത് പഠിച്ചോളണേ. കൃഷ്ണനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ സംസ്കൃതത്തിലും രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ ചോദിച്ചാൽ അത് മലയാളത്തിലുമാണ്. ഒന്നുകൂടി പറയാം. കഥകളിയുമായി ബന്ധപ്പെട്ട് മുൻകാല ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കേരളത്തിന്റെ തനത് കലാരൂപം എന്നറിയപ്പെടുന്നത് കഥകളിയാണ്. കഥകളിയുടെ ആദ്യ കലാരൂപം എന്നറിയപ്പെടുന്നത് രാമനാട്ടമാണ്. കഥകളിയുടെ സാഹിത്യ രൂപം എന്നറിയപ്പെടുന്നത് ആട്ടക്കഥയാണ്. കൃഷ്ണനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ ചോദിച്ചാൽ സംസ്കൃതം, രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ ചോദിച്ചാൽ മലയാളമാണ്. പഠിക്കുക. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം കഥകളിയാണ്. LGS ലെവൽ ചോദിച്ചിട്ടുള്ളതാണ്. പഠിക്കുക. ടോട്ടൽ തിയേറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന കലാരൂപം എന്ന് ചോദിച്ചാൽ അത് കഥകളിയാണ്. വെട്ടത്ത് സമ്പ്രദായം എന്ന ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന കലാരൂപം കഥകളിയാണ്. പഠിച്ചോളനെ. വെട്ടത്ത് സമ്പ്രദായം എന്ന പേരിൽ ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന കലാരൂപം ചോദിച്ചാൽ അത് കഥകളിയാണ്. കഥകളി സംഗീതത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങൾ ഒന്നുകൂടി പറയാം. ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, ചേങ്ങില. ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, ചേങ്ങില. കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതമാണ് സോപാന സംഗീതം എന്നറിയപ്പെടുന്നത്. കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം ഏതാണ്? സോപാന സംഗീതമാണ്. കഥകളിയുടെ ആദ്യ ചടങ്ങ് അറിയപ്പെടുന്ന പേരാണ് കേളികൊട്ട്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കഥകളിയിലെ ആദ്യ ചടങ്ങ് അറിയപ്പെടുന്ന പേരാണ് കേളികൊട്ട്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലാരൂപം കഥകളി. വെട്ടത്ത് സമ്പ്രദായം എന്ന പേരിൽ ആദ്യകാലത്തിൽ അറിയപ്പെട്ടിരുന്ന കലാരൂപം കഥകളിയാണ്. കഥകളി സംഗീതത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങൾ ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, ചേങ്ങില എന്നിവയാണ്. വിശദമായിട്ട് നമ്മളത് പഠിച്ചായിരുന്നു. കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം സോപാന സംഗീതം. കഥകളിയിലെ ആദ്യത്തെ ചടങ്ങ് അറിയപ്പെടുന്ന പേര് കേളികൊട്ടെന്നാണ്. എന്താണ്? കേളികൊട്ടെന്നാണ്. കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം അറിയപ്പെടുന്ന പേരാണ് പുറപ്പാട്. കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം അറിയപ്പെടുന്ന പേരാണ് പുറപ്പാട്. കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനമാണ് തിരനോട്ടം എന്നറിയപ്പെടുന്നത്. കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനം അറിയപ്പെടുന്ന പേരാണ് തിരനോട്ടം. കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങ് അറിയപ്പെടുന്ന പേരാണ് ധനാശി. മറക്കല്ലേ, കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങ് അറിയപ്പെടുന്ന പേരാണ് ധനാശി എന്നുള്ളത്. കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം എന്ന് ചോദിച്ചാൽ അത് ഹസ്തലക്ഷണ ദീപികയാണ്. ഹസ്തലക്ഷണ ദീപികയിൽ വിവരിച്ചിരിക്കുന്ന ആകെ മുദ്രകളുടെ എണ്ണം 24. ഹസ്തലക്ഷണ ദീപികയിൽ വിവരിച്ചിരിക്കുന്ന ആകെ മുദ്രകളുടെ എണ്ണം 24 ആണ്. കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ കഥകളി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. പഠിച്ചോളനെ. കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ കഥകളി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലത്താണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന നൃത്തം എന്ന് ചോദിച്ചാൽ അത് പുറപ്പാടാണ്. കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനം തിരനോട്ടം. കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങ് ധനാശി. കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം ഹസ്തലക്ഷണ ദീപിക എന്നാണ്. ഹസ്തലക്ഷണ ദീപികയിൽ വിവരിച്ചിരിക്കുന്ന ആകെ മുദ്രകളുടെ എണ്ണം 24 ആണ്. കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ കഥകളി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രശസ്തരായിട്ടുള്ള കഥകളി കലാകാരന്മാരെ പറ്റിയിട്ടാണ്. പ്രശസ്തരായിട്ടുള്ള
കഥകളി കലാകാരന്മാരെ പറ്റിയിട്ടാണ്. നമുക്ക് നോക്കാം. കലാമണ്ഡലം രാമൻകുട്ടി നായർ, കലാമണ്ഡലം രാമൻകുട്ടി നായർ. മടവൂർ വാസുദേവൻ നായർ, മടവൂർ വാസുദേവൻ നായർ. കലാമണ്ഡലം കൃഷ്ണൻ പിള്ള, കലാമണ്ഡലം കൃഷ്ണൻ നായര്, കലാമണ്ഡലം കൃഷ്ണൻ നായര്. മങ്കൊമ്പ് ശിവശങ്കര പിള്ള, മങ്കൊമ്പ് ശിവശങ്കര പിള്ള. കലാമണ്ഡലം പത്മനാഭൻ നായർ, കലാമണ്ഡലം പത്മനാഭൻ നായർ. കോട്ടയ്ക്കൽ ശിവരാമൻ, കോട്ടയ്ക്കൽ ശിവരാമൻ ഇമ്പോർട്ടന്റ് ആണ്, PSC പ്രീവിയസ് ആയി ചോദിച്ചുള്ള വ്യക്തിത്വമാണ്. കോട്ടയ്ക്കൽ ശിവരാമൻ പഠിക്കുക. കലാമണ്ഡലം ഗോപി ആരാണ്? കലാമണ്ഡലം ഗോപി. മംഗുളം വിഷ്ണു നമ്പൂതിരി, മംഗുളം വിഷ്ണു നമ്പൂതിരി. ഇവരെല്ലാവരും പ്രശസ്തരായിട്ടുള്ള കഥകളി കലാകാരന്മാരാണ്. പഠിച്ചോളനെ. ഒന്നുകൂടി പറയാം. കലാമണ്ഡലം രാമൻകുട്ടി നായർ, മടവൂർ വാസുദേവൻ നായർ, കലാമണ്ഡലം കൃഷ്ണൻ നായർ, മങ്കൊമ്പ് ശിവശങ്കര പിള്ള, കലാമണ്ഡലം പത്മനാഭൻ നായർ, കോട്ടയ്ക്കൽ ശിവരാമൻ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ, കലാമണ്ഡലം ഗോപി, മംഗുളം വിഷ്ണു നമ്പൂതിരി. PSC ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ഈ താഴെ പറഞ്ഞിരിക്കുന്ന വ്യക്തിത്വങ്ങളിൽ ഏതെങ്കിലും ചോദിച്ചിട്ട് ഇദ്ദേഹം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെന്ന് ചോദിക്കും. അപ്പോൾ പഠിക്കുക. കഥകളി കലാകാരന്മാരെ പറ്റി വിശദമായിട്ട് തന്നെ സുഹൃത്തുക്കൾ പഠിക്കുക. ഇനി പ്രശസ്തരായിട്ടുള്ള കഥകളി സംഗീതജ്ഞന്മാരെയും കൂടെ നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. ഒന്ന് കലാമണ്ഡലം ഹൈദരാലി, കഥകളി ഗായകനായിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള വ്യക്തിത്വമാണ് കലാമണ്ഡലം ഹൈദരാലി. അതുപോലെ തന്നെ കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ, കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ, കലാമണ്ഡലം കൃഷ്ണൻകുട്ടി. ഇവര് 3 പേരും പ്രശസ്തരായിട്ടുള്ള കഥകളി സംഗീതജ്ഞന്മാരാണ്. പഠിച്ചോളനെ. അപ്പോൾ പ്രശസ്തരായിട്ടുള്ള കഥകളി സംഗീതജ്ഞന്മാർ ആരൊക്കെയാണ്? കലാമണ്ഡലം ഹൈദരാലി ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇദ്ദേഹം ഒരു കഥകളി ഗായകനാണ്. വളരെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിത്വമാണ് കലാമണ്ഡലം ഹൈദരാലി എന്ന് പറയുന്നത്. അതിനോടൊപ്പം കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ, കലാമണ്ഡലം കൃഷ്ണൻകുട്ടി എന്നിവരെ കൂടി സുഹൃത്തുക്കൾ പഠിക്കാൻ ശ്രമിക്കുക. ഇതിനോടൊപ്പം തന്നെ PSC ഒരിക്കൽ പ്രീവിയസ് ആയി ചോദിച്ചതാണ്, പാവപ്പെട്ടവന്റെ കഥകളി എന്നറിയപ്പെടുന്നത് ഓട്ടം തുള്ളലാണ്. പഠിച്ചോളനെ. അത് നമ്മൾ ഓട്ടം തുള്ളലിന്റെ ഭാഗത്ത് വിശദമായിട്ട് പഠിക്കാം. ഇപ്പോൾ ഇത് ഓർത്ത് വെച്ചിരിക്കുക. പാവപ്പെട്ടവന്റെ കഥകളി എന്നറിയപ്പെടുന്നത് ഓട്ടം തുള്ളലാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് പടയണി. മറക്കലേതാണ്? പടയണിയാണ് അടുത്തതായി നമുക്ക് നോക്കാനുള്ളത്. ഇക്കഴിഞ്ഞ നമ്മുടെ വുമൻസ് പോലീസ് കോൺസ്റ്റബിളിന് ചോദിച്ച ചോദ്യവും പടയണിയിൽ നിന്നുമായിരുന്നു. നമുക്ക് നോക്കാം പടയണിയെ പറ്റി. ഇത് എന്തുകൊണ്ടാണ് പടയണി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ കഥകളി കഴിഞ്ഞ ഉടൻ തന്നെ പറയുന്നതെന്ന് ചോദിച്ചാല് നമ്മുടെ 10ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന കലാരൂപങ്ങളിൽ ഒന്നാണ് പടയണി എന്ന് പറയുന്നത്. അതുകൊണ്ട് പടയണി ചോദിക്കും PSC. പഠിക്കുക. നമുക്ക് നോക്കാം പടയണിയെ പറ്റി. ഒരു കാലത്ത് ക്ഷേത്രങ്ങൾ, കാവുകൾ, കളരികൾ എന്നിവ കേന്ദ്രമാക്കി നടന്നു വന്നിരുന്ന അനുഷ്ഠാന കലാരൂപമായിരുന്നു പടയണി. ഒരു കാലത്ത് ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ കാവുകൾ, കളരികൾ എന്നിവ കേന്ദ്രമാക്കിക്കൊണ്ട് നടന്നു വന്നിരുന്ന അനുഷ്ഠാന കലാരൂപമായിരുന്നു പടയണി. പ്രധാനമായും ദേവീക്ഷേത്രങ്ങളിൽ നടത്തിയിരുന്ന വഴിപാട് അനുഷ്ഠാന നാടകം എന്നറിയപ്പെടുന്നത് പടയണിയാണ്. പഠിച്ചോളനെ. പ്രധാനമായിട്ടും ദേവീക്ഷേത്രങ്ങളിലെ നടത്തി വന്നിരുന്ന വഴിപാട് അനുഷ്ഠാന നാടകം എന്ന് ചോദിച്ചാൽ അത് പടയണിയായിരുന്നു. പടയണി കൂടുതൽ പ്രചാരത്തിലിരുന്നത് മധ്യ തിരുവിതാംകൂർ പ്രദേശങ്ങളിലായിരുന്നു. ഇമ്പോർട്ടന്റ് ആണ്. പടയണി കൂടുതലായിട്ട് പ്രചാരത്തിലിരുന്നത് എവിടെയായിരുന്നു? നമ്മുടെ മധ്യ തിരുവിതാംകൂർ പ്രദേശങ്ങളിലായിരുന്നു. 9 or 10 ദിനം നീണ്ടു നിൽക്കുന്ന ഒരു ഗ്രാമ നാടകോത്സവം എന്ന് ചോദിച്ചാൽ അത് പടയണിയാണ്. 9 or 10 ദിനം നീണ്ടു നിൽക്കുന്ന ഒരു ഗ്രാമ നാടകോത്സവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പടയണിയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഒരു കാലത്ത് ക്ഷേത്രങ്ങൾ, കാവുകൾ, കളരികൾ എന്നിവ കേന്ദ്രമാക്കി നടത്തി വന്നിരുന്ന അനുഷ്ഠാന കലാരൂപമായിരുന്നു പടയണി. പ്രധാനമായും ദേവീക്ഷേത്രങ്ങളിൽ നടത്തി വന്ന വഴിപാട് അനുഷ്ഠാന നാടകം എന്ന് ചോദിച്ചാൽ അത് പടയണിയാണ്. പടയണി കൂടുതൽ പ്രചാരത്തിലിരുന്നത് മധ്യ തിരുവിതാംകൂർ പ്രദേശങ്ങളിലായിരുന്നു. 9 or 10 ദിനം നീണ്ടുനിന്ന ഒരു ഗ്രാമ നാടകോത്സവമായിരുന്നു പടയണി. പഠിക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് പടയണിയിലെ പ്രധാനപ്പെട്ട വേഷങ്ങളാണ്. ഭൈരവി, പക്ഷി, യക്ഷി, കാലൻ, മാടൻ, മറുത, കുതിര, കുഞ്ഞുണ്ണി തുടങ്ങിയ നാനാതരം കോലങ്ങൾ എഴുതി തലയിലെടുത്ത് പാട്ടിന്റെയും മേളത്തിന്റെയും ചൂട്ടുകത്തിച്ചതിന്റെയും അകമ്പടിയോടെയാണ് ഈ കലാരൂപം അനുഷ്ഠിച്ചിരുന്നത്. ഭൈരവി, പക്ഷി, യക്ഷി, കാലൻ, മാടൻ, മറുത, കുതിര, കുഞ്ഞുണ്ണി തുടങ്ങിയ നാനാതരം കോലങ്ങള് എഴുതി അതിനെ തലയിലെടുത്ത് പാട്ടിന്റെയും മേളത്തിന്റെയും അതുപോലെ ചൂട്ട് കത്തിച്ചതിന്റെയും അകമ്പടിയോടെയാണ്
കൃത്യമായിട്ട് ആദ്യകാലങ്ങളിൽ കലാരൂപം അനുഷ്ഠിച്ചു പോരുന്നത്. ദേവിയെ പ്രതിനിധീകരിക്കുന്ന ഭൈരവിക്കോലമാണ് പടയണിയിൽ ഏറ്റവും പ്രധാനം. വന്നിരിക്കുന്നു PSCയുടെ വുമൻസ് പോലീസ് കോൺസ്റ്റബിളിന് ചോദിച്ച ചോദ്യം, ഭൈരവിക്കോലം ഏതു പ്രധാന അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് PSC ചോദിച്ചത്. ഉത്തരം പടയണി. മറക്കല്ലേ, ദേവിയെ പ്രതിനിധീകരിക്കുന്ന ഭൈരവിക്കോലമാണ് പടയണിയിൽ ഏറ്റവും പ്രധാനം. കലാപരമായി ഭംഗി കൂടുതലുള്ളത് കാലൻ കോലത്തിനാണ്. എന്നാൽ കലാപരമായിട്ട് ഭംഗി കൂടുതലുള്ളത് ആർക്കാണ്? കാലൻ കോലത്തിനാണ്. ആദ്യകാലങ്ങളിൽ പ്രകൃതിദത്ത നിറങ്ങളായിരുന്നു പടയണിക്ക് ഉപയോഗിച്ചിരുന്നത്. ഇവയിൽ പ്രധാനം പച്ച, വെള്ള, ചുവപ്പ്, മഞ്ഞ, കറുപ്പ് എന്നീ നിറങ്ങളായിരുന്നു. ആദ്യകാലങ്ങളിലെ പ്രകൃതിദത്ത നിറങ്ങളായിരുന്നു പടയണിക്ക് ഉപയോഗിച്ചിരുന്നത്. ഇവയിൽ പ്രധാനമായിട്ടും പച്ച, വെള്ള, ചുവപ്പ്, മഞ്ഞ, കറുപ്പ് എന്നീ നിറങ്ങളായിരുന്നു. പച്ചപ്പാളയിൽ കോലങ്ങൾ വരയ്ക്കുന്നത് കുരുത്തോല തോരണമായി ഉപയോഗിച്ച് അലങ്കരിക്കുകയും ചെയ്യുന്നു. പച്ചപ്പാളയില് കോലങ്ങളെ വരയ്ക്കുകയും അതിനോടൊപ്പം എന്ത് ചെയ്യുന്നു? കുരുത്തോല ഉപയോഗിച്ച് തോരണമായിട്ട് അലങ്കരിക്കുകയും ചെയ്തിരുന്നു ആദ്യകാലങ്ങളില്. അപ്പൊ ഒന്നുകൂടി പറയാം, പടയണിയിലെ പ്രധാന വേഷങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞ സുഹൃത്തുക്കളെ. ശ്രദ്ധിക്കുക: ഭൈരവി, പക്ഷി, യക്ഷി, കാലൻ, മാടൻ, മറുത, കുതിര, കുഞ്ഞുണ്ണി തുടങ്ങിയ നാനാതരം കോലങ്ങൾ എന്ത് ചെയ്യും? ഈ പച്ചപ്പാളയിൽ നമ്മൾ എന്ത് ചെയ്യും? വരച്ചെടുക്കും. അതിനുശേഷം അതിനെ തലയിലെടുത്ത് വെച്ചുകൊണ്ട് പാട്ടിന്റെയും മേളത്തിന്റെയും ചൂട്ടുകത്തിച്ച വെളിച്ചത്തിന്റെയും അകമ്പടിയോട് കൂടിയാണ് ആദ്യകാലങ്ങൾ എന്ത് നടത്തിയിരുന്നത്? പടയണി നടത്തിയിരുന്നത്. ദേവിയെ പ്രതിനിധീകരിക്കുന്ന ഭൈരവിക്കോലമാണ് പടയണിയിൽ ഏറ്റവും പ്രധാനം. ദേവിയെ പ്രതിനിധീകരിക്കുന്ന ഭൈരവിക്കോലമാണ് പടയണിയിൽ ഏറ്റവും പ്രധാനം. കലാപരമായ ഭംഗി കൂടുതലുള്ളത് കാലൻ കോലത്തിനാണ്. പഠിച്ചോളനെ, ഇനി അതായിരിക്കും PSC ചോദിക്കുന്നത്. കലാപരമായിട്ട് പടയണിയിൽ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള വേഷം എന്ന് ചോദിച്ചാൽ അത് കാലൻ കോലമാണ്. ആദ്യകാലങ്ങളിൽ പ്രകൃതിദത്ത നിറങ്ങളായിരുന്നു പടയണിക്ക് ഉപയോഗിച്ചിരുന്നത്. ഇവയിൽ പ്രധാനമായും പച്ച, വെള്ള, ചുവപ്പ്, മഞ്ഞ, കറുപ്പ് നിറങ്ങളായിരുന്നു. പച്ചപ്പാളയിൽ കോലങ്ങൾ വരയ്ക്കുകയും അത് കുരുത്തോല തോരണമായി ഉപയോഗിച്ചുകൊണ്ട് അലങ്കരിക്കുകയും ചെയ്തിരുന്നു. പഠിക്കുക. ഹൈന്ദവ ആചാരത്തിൽ അന്തോണി എന്ന ക്രിസ്ത്യാനിയും മുസ്ലിം വഴിയുള്ള അറബി കുതിരയും അന്ന് മറുനാടനായി കരുതുന്ന തമിഴ് ബ്രാഹ്മണനും എല്ലാം ഉൾപ്പെട്ടിരുന്ന അന്നത്തെ സാമുദായിക സൗഹൃദത്തിന്റെ തെളിവായിരുന്നു പടയണി എന്ന് പറയുന്ന കലാരൂപം. പഠിച്ചോളനെ, ഹൈന്ദവ ആചാരത്തിൽ അന്തോണി എന്ന ക്രിസ്ത്യാനിയും മുസ്ലിം വഴിയുള്ള അറബി കുതിരയും അന്ന് മറുനാടനായി കരുതപ്പെട്ടിരുന്ന തമിഴ് ബ്രാഹ്മണനും എല്ലാം, അതാണ് പട്ടർ എന്ന് പറഞ്ഞത് കേട്ടോ, അതെല്ലാം ഉൾപ്പെട്ടിരുന്ന അന്നത്തെ സാമുദായിക സൗഹൃദത്തിന്റെ തെളിവായിരുന്നു പടയണി എന്ന കലാരൂപം. പാട്ടിൽ കുരുവി മുതൽ വേദാന്തം വരെ വിഷയങ്ങളായിരുന്നു. പാട്ടിനകത്ത് എന്തൊക്കെയായിരുന്നു? കുരുവി മുതൽ വേദാന്തം വരെ വിഷയങ്ങളായിരുന്നു. പടയണി എന്ന കലാരൂപം പ്രചാരത്തിലിരുന്ന കേരളത്തിലെ ജില്ല പത്തനംതിട്ട ജില്ല. അതാണ് നമ്മള് മധ്യ തിരുവിതാംകൂർ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ പടയണി എന്ന കലാരൂപം പ്രചാരത്തിലിരിക്കുന്ന കേരളത്തിലെ ജില്ല ചോദിച്ചാൽ അത് പത്തനംതിട്ട ജില്ലയാണ്. പടയണി എന്ന കലാരൂപം പ്രചാരത്തിലിരിക്കുന്ന കേരളത്തിലെ പ്രദേശങ്ങളാണ് ഒതറ, കടമിനട്ട, എഴുമറ്റൂർ, ചെങ്ങന്നൂർ മുതലായ പ്രദേശങ്ങൾ. പഠിച്ചോളനെ, ഇത്രയും നാൾ ജില്ല ചോദിച്ചെങ്കിൽ ഇനി പ്രദേശം PSC ചോദിക്കും. പടയണി എന്ന കലാരൂപം പ്രചാരത്തിലിരിക്കുന്ന കേരളത്തിലെ പ്രദേശങ്ങളാണ് ഓതറ, കടമിനട്ട, ഏഴുമറ്റൂർ, ചെങ്ങന്നൂർ എന്നീ പ്രദേശങ്ങൾ. ദൈവത്താൽ തെയ്യം, മുടിയേറ്റ്, പേച്ച്, കാളിയൂട്ട് എന്നിങ്ങനെ മറ്റു പേരുകളിലും പടയണി എന്ന അനുഷ്ഠാന നാടകം നടത്തി വരുന്നു. പഠിച്ചോളനെ, ദൈവത്താൽ തെയ്യമെന്നും മുടിയേറ്റെന്നും പേച്ചെന്നും കാളിയൂട്ട് എന്നിങ്ങനെ മറ്റു പേരുകളിലും പടയണി അനുഷ്ഠാന നാടകം നടത്തി വരുന്നുണ്ട്. പഠിക്കുക. അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളതാണ് കണിയാർ കളി. എന്താണ് കണിയാർ കളി? ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളനെ. കണിയാർ കളി എന്താണ്? കണിയാർ കളി ഒരു കാർഷിക അനുഷ്ഠാന നൃത്തരൂപമാണ് കണിയാർ കളി. ഒരു കാർഷിക അനുഷ്ഠാന നൃത്തരൂപമാണ് കണിയാർ കളി. കണിയാർ കളി പ്രചാരത്തിലിരിക്കുന്ന കേരളത്തിലെ ജില്ല പാലക്കാട് ജില്ല. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കണിയാർ കളി പ്രചാരത്തിലിരിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാ സുഹൃത്തുക്കളെ? പാലക്കാട് ജില്ലയാണ്. കളരിപ്പയറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കലാരൂപമെന്ന് ചോദിച്ചാൽ അത് കണിയാർ കളിയാണ്. കളരിപ്പയറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കലാരൂപമെന്ന് ചോദിച്ചാൽ അത് കണിയാർ കളിയാണ്. കണിയാർ കളിയിലെ ചുവടുകൾക്ക് ആയോധന നൃത്തങ്ങളിലെ ചുവടുകളുമായി സാദൃശ്യമുണ്ട്. കണിയാർ കളിയിലെ ചുവടുകൾക്ക് ആയോധന നൃത്തങ്ങളിലെ ചുവടുകളുമായി സാദൃശ്യമുണ്ട്. മേടം 1 അഥവാ വിഷു ദിനത്തിലാണ് കണിയാർ കളി എന്ന അനുഷ്ഠാന കലാരൂപം
നടത്തുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്, പഠിച്ചോളണേ. മേടം 1 അഥവാ വിഷു ദിനത്തിലാണ് കണിയാർ കളി എന്ന അനുഷ്ഠാന കലാരൂപം സാധാരണയായി നടത്തുന്നത്. കണിയാർ കൊള്ളൽ എന്ന ചടങ്ങോടെയാണ് കാർഷിക നൃത്തരൂപമായ കണിയാർ കളി ആരംഭിക്കുന്നത്. കണിയാർ കൊള്ളൽ എന്ന ചടങ്ങോടെയാണ് കാർഷിക നൃത്തരൂപമായിട്ടുള്ള കണിയാർ കളി ആരംഭിക്കുന്നത്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഒരു കാർഷിക അനുഷ്ഠാന നൃത്തരൂപമാണ് കണിയാർ കളി. കണിയാർ കളി പ്രചാരത്തിരിക്കുന്ന ജില്ല പാലക്കാട് ജില്ല. കളരിപ്പയറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കലാരൂപമാണ് കണിയാർ കളി. കണിയാർ കളിയിലെ ചുവടുകൾക്ക് ആയോധന നൃത്തങ്ങളിലെ ചുവടുകളുമായി സാദൃശ്യമുണ്ട്. മേടം 1 അഥവാ വിഷുദിനത്തിലാണ് കണിയാർ കളി എന്ന അനുഷ്ഠാന കലാരൂപം സാധാരണയായി നടത്തുന്നത്. കണിയാർ കൊള്ളൽ എന്ന ചടങ്ങോടെയാണ് കാർഷിക നൃത്തരൂപമായിട്ടുള്ള കണിയാർ കളി ആരംഭിക്കുന്നത്. പഠിക്കുക. വിഷു കഴിഞ്ഞുള്ള ചൊവ്വാഴ്ച ആരംഭിച്ച വെള്ളിയാഴ്ച വരെയാണ് കളി നീണ്ടു നിൽക്കുന്നത്. വിഷു കഴിഞ്ഞുള്ള ചൊവ്വാഴ്ച ആരംഭിച്ച് വെള്ളിയാഴ്ച വരെയാണ് കളി നീണ്ടു നിൽക്കുന്നത്. കണിയാർ കളി സംഘടിപ്പിച്ചുകൊണ്ടാണ് വിത്തിടൽ ആരംഭിക്കുന്നത്. കണിയാർ കളി സംഘടിപ്പിച്ചുകൊണ്ടാണ് വിത്തിടൽ ആരംഭിക്കുന്നത്. കണിയാർ കളിക്ക് പ്രധാനമായും 2 വിഭാഗങ്ങളുണ്ട്. അതാണ് വട്ടക്കളിയും മറ്റൊന്ന് പൊറാട്ടും. പഠിച്ചോളനെ. കണിയാർ കളിക്ക് പ്രധാനമായിട്ടും 2 ഉപവിഭാഗങ്ങളുണ്ട്. അതാണ് വട്ടക്കളിയും മറ്റൊന്ന് പൊറാട്ടും. 3 ദിവസങ്ങളിലായി 50-ലധികം പൊറാട്ടു നാടകങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. 3 ദിവസങ്ങളിലായിട്ട് 50-ലധികം പൊറാട്ടു നാടകങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. ഇവയിൽ പ്രധാനമായും തെലുങ്കു ചെട്ടി, മാലമ്മക്കളി, മാപ്പിള പൊറാട്ട്, കുറവൻ പൊറാട്ട് എന്നിവയാണ്. അപ്പൊ 3 ദിവസങ്ങളിലായിട്ട് 50-ലധികം പൊറാട്ടു നാടകങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. അപ്പൊ ഈ പൊറാട്ടു നാടകം എന്ന് പറയുന്നത് നമ്മുടെ കണിയാർ കളിയുടെ മറ്റൊരു ഉപവിഭാഗമാണ്. അവിടെ പ്രധാനമായിട്ടും തെലുങ്ക് ചെട്ടി, മാലമ്മക്കളി, മാപ്പിള പൊറാട്ട്, കുറവൻ പൊറാട്ട് എന്നിങ്ങനെ പ്രധാനപ്പെട്ട പൊറാട്ട് നാടകങ്ങൾ നടത്താറുണ്ട്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് മോഹിനിയാട്ടം. എന്താ സുഹൃത്തുക്കളെ? മോഹിനിയാട്ടം. ക്ലാസിക്കൽ പദവി ലഭിച്ച നൃത്തരൂപങ്ങളിൽ ഒന്നാണ് മോഹിനിയാട്ടം. മറ്റേതാരാണ്? കഥകളിയാണ്. ക്ലാസിക്കൽ പദവി ലഭിച്ച കേരളത്തിലെ നൃത്തരൂപങ്ങളിൽ ഒന്നാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത്. ലാസ്യ നൃത്ത ശൈലിക്ക് ഊന്നൽ നൽകുന്ന നൃത്തരൂപം മോഹിനിയാട്ടം. ലാസ്യ നൃത്ത ശൈലിക്ക് ഊന്നൽ നൽകുന്ന നൃത്തരൂപം ചോദിച്ചാൽ അത് മോഹിനിയാട്ടമാണ്. കേരളത്തിൽ ഉത്ഭവിച്ച കലാരൂപമായിരുന്നു മോഹിനിയാട്ടം. കേരളത്തിൽ ഉത്ഭവിച്ച കലാരൂപമാണ് മോഹിനിയാട്ടം. കേരളത്തിന്റെ തനത് നൃത്തരൂപം എന്നറിയപ്പെടുന്നത് മോഹിനിയാട്ടമാണ്. കേരളത്തിന്റെ തനത് നൃത്തരൂപം എന്ന് തന്നെ അറിയപ്പെടുന്നത് മോഹിനിയാട്ടമാണ്. ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉടലെടുത്ത് പിന്നീട് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട നൃത്തരൂപമേ എന്ന് ചോദിച്ചാൽ അത് മോഹിനിയാട്ടമാണ്. പഠിക്കുക. അതുകൊണ്ട് തന്നെ ദാസിയാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നതും മോഹിനിയാട്ടമാണ്. അതുകൊണ്ട് ദാസിയാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നതും മോഹിനിയാട്ടമാണ്. അപ്പോ ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉടലെടുത്ത് പിന്നീട് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട നൃത്തരൂപം എന്ന് ചോദിച്ചാൽ മോഹിനിയാട്ടമാണ്. അതുകൊണ്ട് തന്നെ ദാസിയാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത് മോഹിനിയാട്ടമാണ്. ഇപ്പൊ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടല്ലേ മോഹിനിയാട്ടത്തിന്. അപ്പോ ക്ലാസിക്കൽ പദവി ലഭിച്ച നൃത്തരൂപങ്ങളിൽ ഒന്നാണ് മോഹിനിയാട്ടം. ലാസ്യ നൃത്ത ശൈലിക്ക് ഊന്നൽ നൽകുന്ന നൃത്തരൂപമാണ് മോഹിനിയാട്ടം. കേരളത്തിൽ ഉത്ഭവിച്ച കലാരൂപമാണ് മോഹിനിയാട്ടം. കേരളത്തിന്റെ തനത് നൃത്തരൂപം എന്നറിയപ്പെടുന്നത് മോഹിനിയാട്ടമാണ്. ദേവദാസി സമ്പ്രദായത്തിൽ നിന്നുടലെടുത്ത് പിന്നീട് ക്ലാസിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട നൃത്തരൂപം ചോദിച്ചാൽ അത് മോഹിനിയാട്ടമാണ്. പഠിക്കുക. മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് കല്യാണിക്കുട്ടിയമ്മയാണ്. അല്ലാതെ നമ്മുടെ ടിവിയിൽ വന്ന താരമൊന്നല്ല കേട്ടോ. മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കല്യാണിക്കുട്ടിയമ്മയാണ്. പഠിച്ചോളണേ. മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് കല്യാണിക്കുട്ടിയമ്മയാണ്. മോഹിനിയാട്ടത്തിന്റെ അടിസ്ഥാന ഭാവം ലാസ്യമാണ്. മോഹിനിയാട്ടത്തിന്റെ അടിസ്ഥാന ഭാവം എന്നറിയപ്പെടുന്നത് ലാസ്യമാണ്. മോഹിനിയാട്ടത്തിന് ഉപയോഗിക്കുന്ന സംഗീതമാണ് കർണാട്ടിക് സംഗീതം. പഠിച്ചോളണേ. മോഹിനിയാട്ടത്തിന് ഉപയോഗിക്കുന്ന സംഗീതം ഏതാ സുഹൃത്തുക്കളെ? കർണാട്ടിക് സംഗീതമാണ്. മോഹിനിയാട്ടത്തിന്റെ സംഗീതത്തിന് മണിപ്രവാള ശൈലിയുണ്ട്. മോഹിനിയാട്ടത്തിന്റെ സംഗീതത്തിന് മണിപ്രവാള ശൈലിയുണ്ട്. മോഹിനിയാട്ടത്തിന്റെ പാട്ടുകൾ പൊതുവെ സോപാന രീതിയിലുള്ളതാണ്. 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 പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് കല്യാണിക്കുട്ടിയമ്മയാണ്. അല്ല നമ്മളെ TV കണ്ട കുട്ടിയമ്മയല്ല. മോഹിനിയാട്ടത്തിന്റെ അടിസ്ഥാന ഭാവം ലാസ്യമാണ്. മോഹിനിയാട്ടത്തിന് ഉപയോഗിക്കുന്ന സംഗീതം കർണാട്ടിക് സംഗീതമാണ്. മോഹിനിയാട്ടത്തിന്റെ സംഗീതത്തിന് മണിപ്രവാള ശൈലിയുണ്ട്. മോഹിനിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങളാണ് ഓടക്കുഴൽ, വീണ, താളവാദ്യങ്ങളായിട്ടുള്ള മദ്ദളം, മൃദംഗം, ഇടയ്ക്ക, കൈത്താളം എന്നിവ. പഠിച്ചോളനെ. ഓടക്കുഴൽ, വീണ എന്നിവ
ഉപയോഗിക്കുന്നു. അതിനോടൊപ്പം തന്നെ താളവാദ്യങ്ങളായിട്ടുള്ള മൃദംഗവും മദ്ദളവും ഇടയ്ക്കയും കൈത്താളവും ഉപയോഗിക്കാറുണ്ട്. എന്തിനാണ്? നമ്മുടെ മോഹിനിയാട്ടത്തിന് പഠിക്കുക. മോഹിനിയാട്ടത്തിന്റെ പ്രമാണിയായി കണക്കാക്കപ്പെടുന്ന കൃതിയാണ് വ്യവഹാരമാല. മറക്കല്ലേ, മോഹിനിയാട്ടത്തിന്റെ പ്രമാണമായി കണക്കാക്കപ്പെടുന്ന കൃതിയാണ് വ്യവഹാരമാല. പഠിച്ചോളനെ, മോഹിനിയാട്ടത്തിന്റെ പ്രമാണമായി കണക്കാക്കപ്പെടുന്ന കൃതിയാണ് വ്യവഹാരമാല. വ്യവഹാരമാല എഴുതിയത് മഴമംഗലം നാരായണൻ നമ്പൂതിരി. ചോദിച്ചിട്ടുണ്ട്, വ്യവഹാരമാല എഴുതിയതാരാണ്? മഴമംഗലം നാരായണൻ നമ്പൂതിരി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വ്യവഹാരമാല എഴുതിയത് മഴമംഗലം നാരായണൻ നമ്പൂതിരി. മോഹിനിയാട്ടത്തിന് പ്രചോദനം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി സ്വാതി തിരുനാള്. മോഹിനിയാട്ടത്തിന് പ്രചോദനം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാളിന് ശേഷം മോഹിനിയാട്ടത്തിന്റെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിച്ചത് കേരള കലാമണ്ഡലമാണ്. സ്വാതി തിരുനാളിന് ശേഷം മോഹിനിയാട്ടത്തിന് വളർച്ചയ്ക്ക് പ്രധാനമായ പങ്ക് വഹിച്ചത് കേരള കലാമണ്ഡലമാണ്. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണ്. വർഷം 1930. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണ്, അല്ലെ വള്ളത്തോൾ നാരായണ മേനോനാണ്. വർഷം 1930 അദ്ദേഹം കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. ആ വർഷം കൂടി ഒന്ന് പഠിക്കാൻ സുഹൃത്തുക്കളെ ശ്രമിക്കുക. അപ്പോ മോഹിനിയാട്ടത്തിന്റെ പ്രമാണമായി കണക്കാക്കപ്പെടുന്ന കൃതിയാണ് വ്യവഹാരമാല. വ്യവഹാരമാല എഴുതിയത് മഴമംഗലം നാരായണൻ നമ്പൂതിരി. മോഹിനിയാട്ടത്തിന് പ്രചോദനം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിന് ശേഷം മോഹിനിയാട്ടത്തിന്റെ വളർച്ചയ്ക്ക് പങ്കുവഹിച്ചത് കേരള കലാമണ്ഡലമാണ്. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ വള്ളത്തോൾ നാരായണ മേനോനാണ്. വർഷം 1930 പഠിക്കുക. മോഹിനിയാട്ടത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രാചീന കൃതികളാണ് വ്യവഹാരമാല. ഇത് 16-ാം നൂറ്റാണ്ടിൽ വന്നതായിരുന്നു. പഠിച്ചോളനെ, മോഹിനിയാട്ടത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രാചീന കൃതികളിൽ ഒന്നാമതുള്ളത് വ്യവഹാരമാലയാണ്. അത് 16-ാം നൂറ്റാണ്ടിലായിരുന്നു എഴുതപ്പെട്ടത്. ഘോഷയാത്ര. എന്താണ് ഘോഷയാത്ര? ഘോഷയാത്രയല്ല, ഘോഷയാത്ര. ഇത് 17-ാം നൂറ്റാണ്ടിൽ മോഹിനിയാട്ടത്തെ പറ്റി എഴുതിയിരുന്ന ഒരു പ്രാചീന കൃതിയാണ് ഘോഷയാത്ര എന്നുള്ളത്. ഇതിൽ വർഷം പഠിച്ചില്ലെങ്കിലും ഈ വ്യവഹാരമാലയും അതുപോലെ തന്നെ ഘോഷയാത്രയും മോഹിനിയാട്ടത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രാചീന കൃതികളാണ് എന്ന് പഠിച്ചു വെക്കുക. ബാലരാമഭാരതം സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട നാട്യശാസ്ത്രത്തെ കുറിച്ചുള്ള 18-ാം നൂറ്റാണ്ടിലെ ഗ്രന്ഥമായിരുന്നു ബാലരാമഭാരതം. സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട നാട്യശാസ്ത്രത്തെ കുറിച്ചുള്ള 18-ാം നൂറ്റാണ്ടിലെ ഗ്രന്ഥമായിരുന്നു ബാലരാമഭാരതം. പഠിച്ചോളനെ, ബാലരാമഭാരതം എന്ന് പറഞ്ഞാല് സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട നാട്യശാസ്ത്രത്തെ കുറിച്ചുള്ള 18-ാം നൂറ്റാണ്ടിലെ ഒരു പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥമാണ്. ഈ 3 ഗ്രന്ഥവും മോഹിനിയാട്ടത്തെ കുറിച്ചാണ് പഠിക്കുക. വ്യവഹാരമാല, ഘോഷയാത്ര, അതുപോലെ ബാലരാമഭാരതം പഠിക്കുക. ഇനി ഇന്ത്യയിലെ ശ്രദ്ധേയമായ മോഹിനിയാട്ടം നർത്തകിമാരുടെ പട്ടികയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്ത്യയിലെ ശ്രദ്ധേയമായ മോഹിനിയാട്ട നർത്തകിമാരുടെ പേരാണ് നമ്മൾ പറയാൻ പോകുന്നത്. സുനന്ദ നായർ. എന്താണ് സുനന്ദ നായർ? കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ. ജയപ്രഭ മേനോൻ. ജയപ്രഭ മേനോൻ. പല്ലവി കൃഷ്ണൻ. പല്ലവി കൃഷ്ണൻ. ഗോപിക വർമ്മ. ഗോപിക വർമ്മ. വിജയലക്ഷ്മി. വിജയലക്ഷ്മി. രാധാദത്ത. രാധാദത്ത. രമ ശ്രീകാന്ത്. രമ ശ്രീകാന്ത്. അപ്പൊ ഒന്നുകൂടി പറയാം, പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. സുനന്ദ നായർ, കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ, ജയപ്രഭ മേനോൻ, പല്ലവി കൃഷ്ണൻ, ഗോപിക വർമ്മ, വിജയലക്ഷ്മി, രാധാദത്ത, രമ ശ്രീകാന്ത്. ആരാണ്? രമ ശ്രീകാന്ത്. പഠിക്കുക. ഇത്രയും വ്യക്തിത്വങ്ങളാണ് ഇന്ത്യയിലെ ശ്രദ്ധേയമായ മോഹിനിയാട്ടം നർത്തകിമാര് പഠിക്കുക. അപ്പൊ ഇത്രയുമായിരുന്നു നമ്മളെ പ്രധാനപ്പെട്ട കേരളത്തിലെ കലാരൂപങ്ങളുടെ പാർട്ട് 1 ആയിട്ട് നമ്മൾ പഠിച്ചത്. സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ ഭാഗങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇനിയും നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരാനുണ്ട്. അവിടെ നമുക്ക് ചാക്യാർ കൂത്തും ഓട്ടംതുള്ളലും ഒക്കെ ഇതുപോലെ വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. പണ്ടത്തെ പോലെ ഒന്ന് ഓടിച്ചു പഠിച്ചിട്ട് കാര്യമില്ല. കലാരൂപങ്ങൾ നമ്മുടെ സിലബസിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ കലാരൂപങ്ങൾ. അതുകൊണ്ട് അവ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടിയൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ സുഹൃത്തുക്കളെ അപ്പോൾ തന്നെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.